എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് HSA ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കൈറാലിറ്റി എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കൈറാലിറ്റി എന്ന പദം ആദ്യമായി കോയിൻ ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്: വില്യം തോംസൺ, ലൂയിസ് പാസ്റ്റർ, ജീൻസ് ബയോട്ട്, വ്ളാഡിമിർ പ്രിലോക്ക്. ഈ 4 സയൻറ്റിസ്റ്റുകളും നമുക്കറിയാം കൈറാലിറ്റിയുമായി ബന്ധപ്പെട്ട്, സ്റ്റീരിയോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിയായ ഉത്തരം വില്യം തോംസൺ ആണ്. ആ വാക്ക് ആദ്യമായി കോയിൻ ഔട്ട് ചെയ്തത് വില്യം തോംസന്റെ മറ്റൊരു പേരാണ് ലോർഡ് കെൽവിൻ. അപ്പോൾ ചിലപ്പോൾ ലോർഡ് കെൽവിൻ എന്നായിരിക്കും ഓപ്ഷൻ തരുന്നത്, അല്ലെങ്കിൽ വില്യം തോംസൺ എന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്യം തോംസൺ എന്നാണ്. ഇതിനകത്ത് രണ്ടാമത്തത് ലൂയിസ് പാസ്റ്റർ. നമുക്കറിയാം ഈ കൈറാലിറ്റിയുമായി ബന്ധപ്പെട്ട് അസിമെട്രിക് കാർബൺ ആറ്റവുമായി അതിന് ബന്ധമുണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് ബന്ധമുണ്ട് എന്ന് ടാർട്ടാറിക് ആസിഡിൻ്റെ പരീക്ഷണത്തിലൂടെ പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ലൂയിസ് പാസ്റ്റർ. ജീൻസ് ബയോട്ട് ആകട്ടെ ആദ്യമായി ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ്, ഈ ഇങ്ങനെ ഒപ്റ്റിക്കൽ റേഡിയേഷൻസിനെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട് ഒപ്റ്റിക്കൽ കോമ്പൗണ്ട്സിന് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സയൻറ്റിസ്റ്റാണ് ആര്? ജീൻസ് ബയോട്ട്. വ്ളാഡിമിർ പ്രിലോഗ് അങ്ങനെയല്ല. അബ്സല്യൂട്ട് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചില CIP റൂൾ എന്ന് പറഞ്ഞിട്ട്, ക്യാൻ ഇൻഗോൾഡ് പ്രിലോഗ് റൂൾ എന്ന് പറഞ്ഞിട്ട്, ആ പ്രിലോഗാണ് ഈ പ്രിലോഗ്, വ്ളാഡിമിർ പ്രിലോഗ്. CIP റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ, R&S കോൺഫിഗറേഷൻ നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ടുള്ള റൂള് സജസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ് ആര്? വ്ളാഡിമിർ പ്രിലോഗ് എന്നുള്ളത്. അപ്പോൾ ഈ കൈറാലിറ്റി എന്നുള്ള വാക്ക് കോയിൻ ഔട്ട് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരം വില്യം തോംസൺ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു പദാർത്ഥത്തിന് 2 കൈറാൽ കാർബണാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് എത്ര പ്രകാശിക സമാവയവികൾ, അതായത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കൈറാൽ കാർബണാറ്റം നമുക്കറിയാം 4 ഡിഫറൻറ്റ് ഗ്രൂപ്പുകളായിരിക്കണം കൈറാൽ കാർബണാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് കാണിക്കുന്നത്. ഒരു കൈറാൽ കാർബണാറ്റം ഉണ്ട് എങ്കിൽ അതിന് 2 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടാകും, അതിൻ്റെ മിറർ ഇമേജസ് ഉണ്ടാകും. ചോദ്യം ഇതാണ്: ഒരു പദാർത്ഥത്തിൽ 2 കൈറാൽ കാർബണാറ്റംസ് ഉണ്ട് എങ്കിൽ എത്ര ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n എന്നുള്ളതാണ്. ഇപ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 കൈറാൽ കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ 2 × 2 എത്രയാണ് വരുന്നത്? 4 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഇതാ കൊടുത്തിട്ടുണ്ട്, 4 ആണ്. അപ്പോൾ 2 കൈറാൽ കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 3 കൈറാൽ കാർബൺ ആറ്റം ആണെങ്കിലോ, 3 കൈറാൽ കാർബൺ ആറ്റം ആണെങ്കിൽ 2 × 3 കൊടുത്താൽ മതി, 6 ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പോൾ നമ്പർ ഓഫ് കൈറാൽ കാർബൺ ആറ്റംസ് ആണ് ഈ n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ സാധ്യതകൾ, പ്രകാശിക സമാവയവികളുടെ സാധ്യതകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. സിമ്പിളാണല്ലോ ചോദ്യം, അല്ലേ? നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഉത്തരം 4 ആണ്. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, റെസൊല്യൂഷൻ നടത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? 2018 HSA ഫിസിക്കൽ സയൻസിൽ ചോദിച്ച ചോദ്യമാണ്. റെസൊല്യൂഷൻ നടത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം ബയോകെമിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്, ഇവയൊന്നുമല്ല. ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസമിക് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ഫോമിനെയും L ഫോമിനെയും ഇനാൻഷോമേഴ്സിന് ഇക്വിമോളാർ റേഷ്യോയിൽ എടുക്കുമ്പോൾ കിട്ടുന്ന മിശ്രിതത്തെയാണ് നമ്മൾ റെസമിക് മിക്സർ എന്ന് പറയുന്നത്. അതിനെ 2 ആക്കിയിട്ട് D ഫോമോ L ഫോമോ അല്ലെങ്കിൽ രണ്ടുമോ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇനാൻഷോമേഴ്സിനെ റെസമിക് മിക്സറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് പല മെത്തേഡുകൾ അതിനകത്തുണ്ട്. അതിനകത്ത് ബയോകെമിക്കൽ മെത്തേഡ് നമുക്കറിയാം. ആ റെസമിക് മിക്സറിനകത്തേക്ക് ബാക്ടീരിയ പോലുള്ള, അല്ലെങ്കിൽ ഫംഗസ് പോലുള്ള മൈക്രോ ബയോ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യും? കടത്തിവിടും. അപ്പോൾ അതിനകത്തുള്ള ഇനാൻഷോമേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇനാൻഷോമേറിനെ അത് കൺസ്യൂം ചെയ്യും, അത് തിന്നും. ബാക്കി വരുന്നതായിരിക്കും എന്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതാണ് സെപ്പറേഷനുള്ള ഒരു മെത്തേഡ്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബയോകെമിക്കൽ മെത്തേഡ്, അതിന് എക്സാമ്പിളും നമ്മൾ പഠിച്ചതാണ്. അമോണിയം ടാർട്രേറ്റിൻ്റെ കേസിൽ പെൻസിലിയം ഗ്ലോക്കം എന്ന് പറഞ്ഞ ലൂയിസ് പാസ്റ്ററാണ് ആ മെത്തേഡ് സജസ്റ്റ് ചെയ്തത്, കണ്ടുപിടിച്ചത്. പെൻസിലിയം ഗ്ലോക്കം എന്ന ഫംഗസിനെ അതിനകത്തേക്ക് വിട്ടു. അതിനകത്ത് D ഫോമും L ഫോമും ഉണ്ടായിരുന്നു. DA ആ ഫംഗസ്
കൺസ്യൂം ചെയ്തു, ബാക്കി എൽ ഫോം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അതാണ് ബയോ കെമിക്കൽ മെത്തേഡ്. പക്ഷേ അതിനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്താണ്? ഒന്ന്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഫംഗസിനെ കിട്ടണം. 2, പകുതി അതിനെ കൺസ്യൂം ചെയ്ത് പോകും. 3, അതൊരു സ്ലോ പ്രോസസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തത് കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ്. ലാക്റ്റിക് ആസിഡിനകത്തേക്ക് ബ്രൂസിൻ കടത്തി വിടുമ്പോൾ അതിൻ്റെ ബേസിക് പ്രോസസ്സ് എന്താണ്? ഈ മിക്സറിനകത്തേക്ക് നമ്മൾ ഒരു കെമിക്കൽ കൊണ്ട് റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? സാൾട്ടുകൾ കിട്ടും. അത് ഡയാസ്റ്റീരിയോ ഐസോമേഴ്സ് ആയിരിക്കും. ആ ഡയാസ്റ്റീരിയോ ഐസോമേഴ്സിന് നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണല്ലോ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ പിന്നെ ഇനാൻഷ്യോമർ റെസിമി മിക്സർ അസിഡിക് നേച്ചർ ആണെങ്കിൽ നമ്മൾ ഒരു ബേസ് ആയിട്ടുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് കെമിക്കൽ കോമ്പൗണ്ട് കൊണ്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതല്ല ബേസിക് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അസിഡിക് നേച്ചറുള്ള ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് കൊണ്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് കെമിക്കൽ റിയാക്ഷൻ ആണല്ലോ, കെമിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സാൾട്ടുകളായിരിക്കും കിട്ടുന്നത് അല്ലേ. ആ സാൾട്ടുകൾ എന്തായിരിക്കും? ഡയാസ്റ്റീരിയോ ഐസോമേഴ്സ് ആയിരിക്കും. അതിന് നമുക്ക് ഡിസ്റ്റിലേഷൻ പോലുള്ള പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിളുകളും ഡിസ്കസ് ചെയ്താണ്. ലാക്റ്റിക് ആസിഡിൻ്റെ കേസിൽ ലാക്റ്റിക് ആസിഡിനെ നമ്മൾ ബ്രൂസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതായിട്ട്, പിന്നെ മാൻഡലിക് ആസിഡിൻ്റെ കേസിൽ എപ്പിഹെഡ്രിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതാണ് രണ്ടാമത്തെ മെത്തേഡ് കൊടുത്തിരിക്കുന്നത്, കെമിക്കൽ മെത്തേഡ്. മൂന്നാമത്തത് മെക്കാനിക്കൽ മെത്തേഡാണ്. ഭയങ്കര പഴയ മെത്തേഡാണ്. ലൂയിസ് പാസ്റ്റർ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത മെത്തേഡാണ്. സോഡിയം അമോണിയം ടാർട്രേറ്റിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സാൾട്ടുകളെ നമ്മൾ എന്ത് ചെയ്യണം? കൈ ഉപയോഗിച്ചിട്ട്, ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട്, ഗ്ലൗസ് ഒക്കെ ഇട്ട്, മൈക്രോസ്കോപ്പൊക്കെ വെച്ച്, ലെൻസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ പെറുക്കി തിരിക്കുന്ന പ്രോസസ്സാണ്. എന്നിട്ട് അതിൻ്റെ പോരായ്മ നമ്മൾ പറഞ്ഞിരുന്നു, അത് വളരെ സ്ലോ ആണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ നമ്മൾ നോക്കുമ്പോൾ ബൾക്കായിട്ട് നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയില്ല. മാനുവലി ചെയ്യണമല്ലോ. അത് പ്രായോഗികമായിട്ട് എന്തല്ല നടക്കുന്നതല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല മാർഗം നമുക്ക് പറയാൻ കഴിയുന്നത് കെമിക്കൽ മെത്തേഡ്സ് തന്നെയാണ്. കാരണം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഈ റെസിമിക് മിക്സറുകളുടെ നേച്ചറിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് റെസൊല്യൂഷൻ നടത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നുള്ളത് നമുക്ക് ആൻസർ പറയാൻ കഴിയുന്നത് അതാണ് കെമിക്കൽ മെത്തേഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഞാനത് നമ്മൾ ആ ക്ലാസ്സിനകത്ത് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയണം? ആൻസർ പെട്ടെന്ന് എഴുതാനായിട്ട് കഴിയണം. ഇതിനു വേണ്ടി നമുക്ക് സമയം കളയാനായിട്ട് ഇല്ല. കാരണം ഇതിനകത്ത് പിന്നെ ഭയങ്കരമായിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയണം. റെസൊല്യൂഷൻ നടത്തുവാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? കെമിക്കൽ മെത്തേഡാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൈറാൽ സ്വഭാവമുള്ള ഒരു പദാർത്ഥത്തിൻ്റെ 5 ഗ്രാം 100 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ലായനി ഉണ്ടാക്കി. പോളറിമീറ്ററിലെ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ട്യൂബിൽ പരിശോധിച്ചപ്പോൾ ലഭിച്ച അതിൻ്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ, ആംഗിൾ ഓഫ് റൊട്ടേഷൻ എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. പദാർത്ഥത്തിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. 15 ഡിഗ്രി മില്ലി ലിറ്റർ പെർ ഗ്രാം ഡെസി സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒബ്സർവ്ഡ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റൊട്ടേഷനാണ്. ആംഗിൾ ഓഫ് റൊട്ടേഷൻ നമുക്കറിയാം തീറ്റയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? തീറ്റയാണ്. അതിൻ്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ആ പോളറിമീറ്റർ കൂടി നോക്കുമ്പോൾ കാണുന്ന ഒബ്സർവ് ചെയ്യുന്ന റൊട്ടേഷൻ ആണല്ലോ. അത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. ആ ലായനിയുടെ, ആ സബ്സ്റ്റൻസിൻ്റെ ലായനിയുടെ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീറ്റ എത്രയാണെന്നുള്ളതാണ്. സ്പെസിഫിക് റൊട്ടേഷനും തീറ്റയും തമ്മിലുള്ള ഈ ആൽഫയും തീറ്റയും തമ്മിലുള്ള ഈ ആൽഫ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കും, വേവ് ലെങ്ത് കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു എൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സി ഇൻറ്റു എൽ. ഇതിനകത്ത് സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. ഈ കോൺസെൻട്രേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും? ഗ്രാം പെർ മില്ലി ലിറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഗ്രാം പെർ മില്ലി ലിറ്റർ അവിടെ വന്നിട്ടുണ്ട്. മില്ലി ലിറ്റർ പെർ ഗ്രാം എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ മുകളിലേക്ക് വരുന്നതുകൊണ്ടാണത്. അപ്പോൾ കോൺസെൻട്രേഷൻ എപ്പോഴും യൂണിറ്റ് എഴുതേണ്ടത് ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണ് ഇവിടെ വന്നേക്കണം. നോക്കിയേ, 5 ഗ്രാമും തന്നിട്ടുണ്ട്, മില്ലി ലിറ്റർ 100 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. എത്രയാണ്? 5/100 ആയിരിക്കും എന്തെന്ന് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ?
പിന്നെയോ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഇവിടെ തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ എന്നാണ്. നമ്മളന്ന് പ്രോബ്ലം ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ ഡെസിമീറ്റർ ആണ് സാധാരണ. പിന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലെങ്ത് ഡെസിമീറ്ററിലാണ്. ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ് ഒരു ഡെസിമീറ്റർ. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്ററിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോബ്ലത്തിനകത്ത് 1 ഡെസിമീറ്റർ ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ഇവിടെ യൂണിറ്റ് സ്പെസിഫിക് റൊട്ടേഷൻ്റെ തന്നിരിക്കുന്നത് ഡെസിമീറ്ററിലായതുകൊണ്ട്. അപ്പോൾ നോക്കോളൂ, 10 സെൻറ്റിമീറ്റർ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 1 ഡെസിമീറ്റർ കൊടുക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീറ്റ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും? തീറ്റയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ആൽഫ ഇൻറ്റു സി ഇൻറ്റു എൽ എന്ന് കിട്ടും അല്ലേ? ആൽഫ എത്രയാണ്? ആൽഫ ഇവിടെ തന്നിട്ടുണ്ട് 15 ഡിഗ്രിയാണ്. സോ 15 ആണ്. ഓക്കെ, ഇൻറ്റു കോൺസെൻട്രേഷൻ എത്രയാണ്? ഞാനിപ്പോൾ പറഞ്ഞു അത് എത്രയാണ്? 5 ഗ്രാം 100 മില്ലി ലിറ്ററിലാണ്. 5 ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. അത് കറക്റ്റ് അതുപോലെ എഴുതിയാൽ മതി. ഇൻറ്റു ലെങ്ത് എത്രയാണ്? ലെങ്ത് നമുക്കറിയാം 1 ഡെസിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +0.75 ആയിരിക്കും. +0.7, അതിവിടെ തന്നിരിക്കുന്നത് ഏതാണ്? +0.75 ഡിഗ്രി ആയിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? അത് ഒബ്സർവ്ഡ് ആംഗിൾ എപ്പോഴത്തേക്കും ഡിഗ്രി ആയിരിക്കും. സ്പെസിഫിക് റൊട്ടേഷൻ്റെ യൂണിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ്ഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ മാത്രമല്ലേ ഉള്ളൂ. അത് എത്രയായിരിക്കും? അത് ഡിഗ്രിയിലായിരിക്കും കാണിക്കുന്നത്. എത്രയാണ് വരുന്നത്? 15 × 5 എന്ന് പറഞ്ഞാൽ 75 ആണ്. 75നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 0.75 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലംസ് പിന്നെ അതായത് സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കാനുള്ളതും ഇത് കണ്ടുപിടിക്കാനുള്ളതും നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതേ രൂപത്തിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയണം. ഈസി അല്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ടൈൻ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്. എത്ര പ്രകാശിക സമാവയവികൾ സാധ്യമാണ്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സ് ഈ കോമ്പൗണ്ടിന് എത്ര എണ്ണം സാധ്യമാണ്? എത്ര എണ്ണം സാധ്യമാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ എത്ര കൈറാൽ കാർബൺ ആറ്റം ഉണ്ട് എന്ന് അറിയണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ മോളിക്യൂളിനെ ഒന്ന് ശരിക്കൊന്ന് നോക്കണം. ബ്യൂട്ടൈൻ ആണ് കേട്ടോ, സി ഇല്ല ഇവിടെ. ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം കാർബൺ ആറ്റം എത്ര ഉണ്ടാവും? 1 2 മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ആണ്. അതിൻ്റെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ വന്നിട്ടുണ്ട്, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ വന്നിട്ടുണ്ട് എന്നാണ് പേരിന്ന് മനസ്സിലാകുന്നത്. നമ്മൾ നെയിമിംഗ് എടുക്കുമ്പോഴത്തേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ ഉണ്ട്, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ ഉണ്ട് അല്ലേ? ഇനി അതിൻ്റെ ബാക്കി വാലൻസികൾ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഇവിടെ 3 ഹൈഡ്രജൻ, 4 വാലൻസി വേണമല്ലോ. 3 ഹൈഡ്രജൻ വരും. ഇവിടെ ഓൾറെഡി 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹൈഡ്രജൻ വരും. ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ വരും. ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ വരും അല്ലേ? ഇവിടെ എത്ര കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ട്? ഈ കാർബൺ ആറ്റത്തിലെ 4 ഗ്രൂപ്പും വ്യത്യസ്തമാണോ? അല്ല. ഇവിടെ 3 ഹൈഡ്രജൻ ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, ഇത് കൈറാൽ കാർബൺ ആറ്റം അല്ല. ഈ കാർബൺ ആറ്റമോ? ഈ കാർബൺ ആറ്റം കൈറാൽ കാർബൺ ആറ്റമാണ്. കാരണം എന്താണ്? ഒരു ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ് കൊണ്ടാണ്, അടുത്ത ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ് കൊണ്ടാണ്, അടുത്ത ഗ്രൂപ്പ് ഹൈഡ്രജനെ കൊണ്ടാണ്, അടുത്ത ഗ്രൂപ്പ് ബ്രോമിനെ കൊണ്ടാണ്. അതായത് ഈ കാർബൺ ആറ്റത്തിന് ചുറ്റും 4 ഗ്രൂപ്പുകളും എന്താണ്? വ്യത്യസ്തമായതുകൊണ്ട് ഒരു കൈറാൽ കാർബൺ ആറ്റത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ഈ കാർബൺ ആറ്റവും. നോക്കൂ, ഈ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ് കൊണ്ട്, ഈ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ് കൊണ്ട്, ഈ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പ് കൊണ്ട്, ഈ 4ാമത്തെ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഈ ബൾക്കി ഗ്രൂപ്പ് കൊണ്ടാണ്. അപ്പോൾ ഈ കാർബൺ ആറ്റവും എന്താണ്? കൈറാൽ കാർബൺ ആറ്റമാണ്. അപ്പോൾ 2 കൈറാൽ കാർബൺ ആറ്റമായി. ഇനി ലാസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് വന്നാലോ? ഇവിടെ ഒരേപോലത്തെ ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത് അല്ലേ? കണ്ടോ, ഒരേപോലത്തെ ഹൈഡ്രജൻ ആറ്റംസ് 2 എണ്ണം വന്നാൽ തന്നെ എന്തായി? അത് ഒപ്റ്റിക്കലി കൈറാൽ കാർബൺ ആറ്റം അല്ല. ഇവിടെ 3 എണ്ണം ഒരേപോലെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാർബൺ ആറ്റം എന്തല്ല? കൈറാൽ കാർബൺ ആറ്റം അല്ല. കൈറാൽ കാർബൺ ആറ്റം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ, ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ടൈൻ എന്നുള്ള കോമ്പൗണ്ടിൽ 2 കൈറാൽ കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. 2 കൈറാൽ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്ര ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സ് ഉണ്ടാവും? ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞാണ്. 2 ആണെന്നുണ്ടെങ്കിൽ 2n എന്നുള്ളതാണ് ഫോർമുല. സോ 2 × 2 അല്ലേ? n എന്ന് പറഞ്ഞാൽ എത്ര കൈറാൽ കാർബൺ ആറ്റം ഉണ്ടെന്നുള്ളതാണ്. സോ 2 × 2 എത്ര വരും? 4 വരും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് കഴിയും? 4 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ പേര് തന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വർക്കൗട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ നെയിമിംഗ് പഠിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നുകൂടി. സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈറാൽ കാർബൺ ആറ്റത്തിന് പെറുക്കിയെടുക്കാനായിട്ട് കഴിയും.
ചിലപ്പോൾ ഈ പേര് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ചിലപ്പോൾ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ തന്നെ കൊടുക്കും. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്താൽ മതി, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൈറൽ കാർബൺ ആറ്റത്തിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 × n എന്നുള്ള പിന്നെ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ ആണേ? ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എൻ പ്രൊപ്പൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും തമ്മിൽ കാണിക്കുവാൻ സാധ്യതയുള്ള സമാവയവത ഏതാണ്? 2 കോമ്പൗണ്ടുകളുടെ പേര് തന്നേക്കാണ്. അതിനകത്ത് ആ കോമ്പൗണ്ടുകൾ കാണിക്കുവാൻ സാധ്യതയുള്ള ഐസോമെറിസം ഏതാണ് എന്നുള്ളതാണ്. എൻ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നുള്ള നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ ആണല്ലേ. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പൈൻ, ഓൾ അല്ലേ, പ്രൊപ്പൈൻ ആൽക്കഹോളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, CH3 CH2 CH2OH. ഇതാണ് നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോൾ. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ പ്രൊപ്പൈൽ ആയതുകൊണ്ട് തന്നെ 3 കാർബൺ ആറ്റം ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്, CH3 CH CH3OH. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നെയിമിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് പഠിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ സ്ട്രക്ചറുകൾ, നോർമൽ പ്രൊപ്പൈൽ ആൽക്കഹോളും ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും. ഇത് തമ്മിലുള്ള ഐസോമെറിസം എന്താണെന്നുള്ളതാണ്. സ്ഥാന സമാവയവത, പൊസിഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, അതിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഐസോമേഴ്സ് ഉണ്ടാകുന്നതെങ്കിൽ, സെയിം മോളിക്കുലാർ ഫോർമുല ഡിഫറൻറ്റ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഒന്ന് ഒരു എൻഡിലാണെങ്കിൽ ഒന്ന് നടുക്കാണ്. അതിൻ്റെ പൊസിഷൻ വഴിയാണല്ലോ വ്യത്യാസം ഉണ്ടായത്. അതിന് നമ്മൾ എന്ത് വിളിക്കും, സ്ഥാന സമാവയവത, പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സമാവയവതയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടാവും. മൂന്നാമത്തത് മെറ്റാമെറിസോൺ. മെറ്റാമെറിസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈതറിൻ്റെ കേസിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള മീഥൈൽ ഗ്രൂപ്പുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഗ്രൂപ്പുകളിൽ വ്യത്യാസം ഉണ്ടാവും. പ്രകാശിക സമാവയവത എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒന്ന് പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ട് ക്ലോക്ക് വൈസ് ആണ് തിരിക്കുന്നതെങ്കിൽ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കും. അപ്പോൾ ഈ കോമ്പൗണ്ടുമായി, തന്നിരിക്കുന്ന കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് ഇത് ആപ്ലിക്കബിൾ അല്ല, ഇത് ആപ്ലിക്കബിൾ അല്ല, ഇതും ആപ്ലിക്കബിൾ അല്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലല്ലോ, രണ്ടും ആൽക്കഹോൾ തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസമുള്ളത്, അതിൻ്റെ പൊസിഷനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, സ്ഥാന സമാവയവത അല്ലെങ്കിൽ പൊസിഷണൽ ഐസോമേഴ്സ് ആണ്, അല്ലെങ്കിൽ പൊസിഷണൽ ഐസോമറിസം ആണ് ഇത് കാണിക്കുന്ന സമാവയവത എന്ന് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന ഈഥെയിൻ തന്മാത്രയുടെ സ്ക്യൂ സംരൂപത്തിൽ H', ചുറ്റിത്തിരി കോൺ അളവ്, അതായത് ഡൈഹെഡ്രൽ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. ഇത് തന്നിരിക്കുന്നത് ഈഥെയിൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ്. ഈഥെയിൻ മോളിക്യൂൾ നമുക്കറിയാലോ, CH3 എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ കാർബണാറ്റം, അടുത്ത ബാക്കിലുള്ള കാർബണാറ്റവും ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജൻ ഡബിൾ ഡാഷും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ, അതായത് ഉദ്ദേശിക്കുന്നത് ഇതാ ഇങ്ങനെയുള്ള ഈ ബോണ്ട് ആംഗിളാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും, അത് എത്രമാത്രം, ഇങ്ങനെ ഒന്നിനെ നിർത്തിക്കൊണ്ട് തിരിക്കുന്നതാണ്. നമ്മൾ പിന്നെ മോഡൽ വെച്ചിട്ട് പറഞ്ഞായിരുന്നു അല്ലേ, ഒന്നിനെ കൊണ്ട് തിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണല്ലോ ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ രണ്ടാമത്തെ ബാക്കിലെ ഹൈഡ്രജനെ മീഥൈൽ ഗ്രൂപ്പിനെ തിരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 29 ഡിഗ്രി ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് 29 ഡിഗ്രി മാറിയാൽ ഇവിടെ എത്ര മാറും? ഇവിടെ 29 മാറും. ഇവിടെ ഇത് എത്ര മാറും? ഇതും 29 ആയിരിക്കും അല്ലേ. ഇനി ഈ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? ഇത് 120 ആയിരിക്കും. കാരണം എന്താണ്, മൊത്തം എത്രയാണ് വരുന്നത്? 360 ആണ്. 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 മൂന്നിലൊന്ന് ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എത്രയായിരിക്കും വരുന്നത്? 120 ആയിരിക്കും. സോ ഇത് 120 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് കഴിയും? എന്താ, ഈ കാണുന്നത് 120 ആണ്, ഈ കാണുന്നത് എത്രയാണ്? ഇവിടെ ഉള്ള 29 ആണ് അല്ലേ. അപ്പോൾ 120യും 29നും കൂടി ചേരുന്നതായിരിക്കും ഈ H' തൊട്ടിട്ട് ഈ H" വരെയുള്ള ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 120യുടെ കൂടെ 29 ആഡ് ചെയ്യണം. എത്ര കിട്ടും? 149 ആയിരിക്കും. എത്രയായിരിക്കും? 149 ഡിഗ്രി. എൻ്റെ ആൻസർ എത്രയായിരിക്കും? 149 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ 91 എന്നോ അല്ലെങ്കിൽ 29 തന്നെയെന്നോ അല്ലെങ്കിൽ 120 എന്ന് 29 കുറച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഇത് ജസ്റ്റ് ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് 120 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോണ്ട് ആംഗിൾ കൂട്ടിയാൽ മതി. കാരണം എച്ച് ഡാഷും പിന്നെ കാർബണും തമ്മിൽ അതിൻ്റെ ബാക്കിലാണ് കാർബൺ, ഈ എച്ച് ഡബിൾ ഡാഷും തമ്മിലുള്ള തിരിവാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈഹെഡ്രഡ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാർബണും ബാക്കിലെ കാർബണും സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. അപ്പോൾ ഈ തിരിവ് നോക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഇങ്ങനെ നോക്കുക, അതിൻ്റെ കൂട്ടത്തിൽ എന്തുമാത്രം ബാക്കിൽ തിരിഞ്ഞിട്ടുണ്ടെന്ന് കൂടി നോക്കുക. ഓക്കെ, ഇതൊക്കെ സ്ക്യൂ സംരൂപമാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്ക്യൂ സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആംഗിൾ എത്രയാണ്? 149 ആണ്. ചുറ്റിത്തിരിവ് കോണളവ് അല്ലെങ്കിൽ ഡൈഹെഡ്രൽ ആംഗിൾ. ക്ലിയർ ആണല്ലോ? നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബ്യൂട്ടൈൻ സംരൂപങ്ങളുടെ സ്ഥിരത കുറയുന്നത് ഏത് ക്രമത്തിൽ ആയിരിക്കും? ഇവിടെ ബ്യൂട്ടൈൻ്റെ ആണ്. അതിൻ്റെ സ്ട്രക്ചറുകൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ആൻറ്റി എക്ലിപ്സ്ഡ് ഗോഷ് ഫുള്ളി എക്ലിപ്സ്ഡ്, ആൻറ്റി ഗോഷ് എക്ലിപ്സ്ഡ് ഫുള്ളി എക്ലിപ്സ്ഡ്, ആൻറ്റി ഗോഷ് ഫുള്ളി എക്ലിപ്സ്ഡ് എക്ലിപ്സ്ഡ് ആൻറ്റി ഗോഷ് ഫുള്ളി എക്ലിപ്സ്ഡ്. ഇത് പിന്നെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ആൻറ്റി, എന്താണ് ഗോഷ്, എന്താണ് എക്ലിപ്സ്ഡ്, എന്താണ് ഫുള്ളി എക്ലിപ്സ്ഡ് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ? ഇതിന് ആൻസർ വരുന്നത് ആൻറ്റി ഗോഷ് എക്ലിപ്സ്ഡ്, ഈ കൊടുത്തിരിക്കുന്ന ആൻറ്റി ഗോഷ് എക്ലിപ്സ്ഡ് ഫുള്ളി എക്ലിപ്സ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. പക്ഷെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ പറയാനായിട്ട് കഴിയുള്ളൂ. അത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? നമ്മൾ പിന്നെ ഈ ബ്യൂട്ടൈൻ മോളിക്യൂളിൻ്റെ കേസിൽ എന്താണ് ഫുള്ളി എക്ലിപ്സ്ഡ് സ്ട്രക്ചർ, എന്താണ് ഗോഷ് സ്ട്രക്ചർ, എന്താണ് ആൻറ്റി സ്റ്റാഗേർഡ്, എന്താണ് ഫുള്ളി എക്ലിപ്സ്ഡ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതിൻ്റെ എനർജി ഡയഗ്രാം വെച്ചിട്ടാണ് പഠിച്ചത്. ആ എനർജി ഡയഗ്രത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ഈ ഫുള്ളി എക്ലിപ്സ്ഡിൻ്റെ കേസിലാവുമ്പോഴത്തേക്ക് എന്തായിരിക്കും, രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരേ ലൈനിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീറ്റ എന്തായിരിക്കും, തീറ്റ 0 ആയിരിക്കും എന്ന് പറഞ്ഞ് പഠിച്ചാണ്. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ, ടോർഷണൽ സ്ട്രെയിൻ വഴി അല്ലെങ്കിൽ വാണ്ടർവാൾ സ്ട്രെയിൻ വഴി എന്താണ്, അവിടെ സ്ട്രെയിൻ കൂടുമ്പോഴത്തേക്കും എനർജി കൂടും. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി, സ്ഥിരത എന്ത് ചെയ്യും, കുറയും, സ്ഥിരത കുറയും. അതുകൊണ്ട് ഫുള്ളി എക്ലിപ്സ്ഡിനായിരിക്കും എപ്പോഴും സ്ഥിരത കുറവുള്ളത്. ഓക്കെ, ഇനി അതിനെ തിരിച്ചിട്ട് അതിനകത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 60 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ 60 ഡിഗ്രി ആണെങ്കിലാണ് അതിനെ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഗോഷ് എന്ന് വിളിക്കുന്നത് അല്ലേ? പിന്നെ വീണ്ടും തിരിച്ചിട്ട് 120 ആകുമ്പോഴാണ് നമ്മൾ എക്ലിപ്സ്ഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഇവിടെ വന്നിട്ട് മീഥൈൽ ഗ്രൂപ്പും എന്തായി 120 ആയി, അതിനെ നമ്മൾ എന്ത് വിളിക്കും, എക്ലിപ്സ്ഡ് എന്ന് വിളിക്കും. വീണ്ടും മീഥൈൽ ഗ്രൂപ്പിനെ തിരിക്കുമ്പോഴത്തേക്കും ഈ മീഥൈൽ ഗ്രൂപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും. അപ്പോഴത്തേക്ക് അവിടെ സ്ട്രെയിൻ കുറവാണ്. രണ്ട് മീഥൈൽ ഗ്രൂപ്പ്, ബൾക്കി മീഥൈൽ ഗ്രൂപ്പ്, ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൾക്കി ഗ്രൂപ്പ് ആണല്ലോ മീഥൈൽ ഗ്രൂപ്പ്. അവിടെ എന്തുണ്ടാവില്ല, ദൂരെ ആകുമ്പോഴത്തേക്ക് സ്ട്രെയിൻ ഉണ്ടാവില്ല. സ്ട്രെയിൻ ഉണ്ടാകുമ്പോഴത്തേക്കും എനർജി കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് താഴെ വന്ന് മുട്ടി നിൽക്കണം, ആ കർവ് കണ്ടോ? അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി സ്റ്റെബിലിറ്റി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ ആൻറ്റിക്കായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, ആൻറ്റിക്കായിരിക്കും. ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ആർക്കായിരിക്കും, ഫുള്ളി എക്ലിപ്സ്ഡിനായിരിക്കും. ഞാൻ സ്റ്റെബിലിറ്റിയുടെ കാര്യം, സ്ഥിരതയുടെ കാര്യം ഉണ്ടോ പറയണത്. ഇനി ചോദ്യത്തിൽ എനർജി ആണെങ്കിലോ, അല്ലെങ്കിൽ സ്ട്രെയിൻ ആണ് ചോദിക്കുന്നതെങ്കിലോ, സ്ട്രെയിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് ഇതിനായിരിക്കും സ്ട്രെയിൻ കൂടുതൽ, ഈ ആൻറ്റിക്ക് സ്ട്രെയിൻ കുറവായിരിക്കും. പിന്നെ ഉള്ളത് ഈ എക്ലിപ്സ്ഡും ഗോഷും തമ്മിൽ. എക്ലിപ്സ്ഡിനകത്ത് മീഥൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ 120 ഡിഗ്രിയാണ്, ഗോഷിനകത്ത് മീഥൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഈ പറഞ്ഞ 60 ഡിഗ്രി വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതായിരിക്കും, ഈ ഗോഷിൻ്റെ കേസിലാവുമ്പോഴത്തേക്കും അതുപോലെ തന്നെ എക്ലിപ്സ്ഡിൻ്റെ കേസിലാവുമ്പോഴത്തേക്കും, എക്ലിപ്സ്ഡിനകത്ത് ടോർഷണൽ സ്ട്രെയിൻ മാത്രമല്ല, ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, അവിടെ വാണ്ടർവാൾ സ്ട്രെയിൻ കൂടി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് സ്ട്രെയിനുകളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് എനർജി കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എക്ലിപ്സ്ഡിൻ്റെ എനർജി കൂടുന്നത്, സ്റ്റെബിലിറ്റി കുറയുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആൻറ്റിയാണ്. അതിനേക്കാൾ കുറവ് ഗോഷിനാണ്. ഗോഷിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവ് എക്ലിപ്സ്ഡിനാണ്. എക്ലിപ്സ്ഡിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവാണ് ആർക്ക്, ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ളത്. അതാണ് നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആൻറ്റിക്കാണ് ഏറ്റവും സ്ഥിരത കൂടുതൽ, അതിനേക്കാൾ കുറവായിരിക്കും സ്ഥിരത ഗോഷിന്, അതിനേക്കാൾ സ്ഥിരത കുറവായിരിക്കും എക്ലിപ്സ്ഡിന്. ഫുള്ളി എക്ലിപ്സ്ഡ് ആകുമ്പോഴത്തേക്കും സ്ഥിരത തീരെ കുറവായിരിക്കും. സ്ഥിരത കുറയുന്ന ഓർഡറാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആകാതെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തിയറി പാർട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാനായിട്ട് കഴിയും, വളരെ ഈസി ആയിട്ട് ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ കൈറാൽ കേന്ദ്രങ്ങളുടെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളതാണ്. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, ആറാൻഡസ് നൊട്ടേഷൻസ് ആണല്ലേ, ആറാൻഡസ് കോൺഫിഗറേഷൻ ആണ്.
കൈറാൽ കാർബൺ ആറ്റത്തിന് അസൈൻ ചെയ്യുന്ന അതിൻ്റെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സുമായിട്ട് അസൈൻ ചെയ്യുന്ന R&S നൊട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്? CIP റൂൾ അനുസരിച്ചിട്ട്, ക്യാൻ ഇൻഗോൾഡ് പ്രിലോഗ് റൂൾ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ഇതാണ് കോമ്പൗണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2R 3R 2S 3R 3S 2R 2R 3S ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവും കൈറാൽ കാർബണാറ്റം എത്ര എണ്ണം ഉള്ളത്? 2ഉം 3ഉമാണ് കൈറാൽ കാർബണാറ്റം. ഇതാ ഈ കാർബണാറ്റം അല്ല, ഇതാണ് രണ്ടാമത്തത്, ഇതാണ് മൂന്നാമത്തത്. ഇത് വരില്ല. കാരണം എന്താണ്? കൈറാൽ കാർബണാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വ്യത്യസ്ത ഗ്രൂപ്പുകളായിരിക്കണം. ആസിഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO ഇതാണ് വരുന്നത്. ഇവിടെ വ്യത്യസ്ത ഗ്രൂപ്പ് അല്ല, 2 ബോണ്ട് എന്താണ് ഓക്സിജനുമായിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാർബണാറ്റം എന്നല്ല കൈറാൽ കാർബണാറ്റം അല്ല, ഇതുമാണ് കൈറാൽ കാർബണാറ്റം. 2ഉം 3ഉമാണ് കൈറാൽ കാർബണാറ്റം, താഴ്ത്തില്ലല്ലോ വേറെ. അപ്പോൾ ഈ കൈറാൽ കാർബൺ ആറ്റങ്ങളുടെ RS കോൺഫിഗറേഷൻ എന്താണ്, അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളതാണ്. അതിന് ചില റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CIP റൂൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രയോറിറ്റി തീരുമാനിച്ചുകൊണ്ടിട്ടുള്ള അസൈൻമെൻ്റ് ആണ് നമ്മൾ ഈ R&S നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ കോമ്പൗണ്ടിനകത്ത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് എടുത്തു, ആദ്യത്തെ കൈറാൽ കാർബണാറ്റം എടുത്തു. അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ പരിശോധിച്ചിട്ട് CIP റൂൾ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രയോറിറ്റി തീരുമാനിക്കും. ഏറ്റവും വലിയ ആളെ അല്ലെങ്കിൽ ഏറ്റവും അറ്റോമിക് നമ്പർ കൂടിയ ആളെ നമ്മൾ എന്ത് ചെയ്യും? കൂടിയ ആളെ നമുക്ക് പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ ആറ്റവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരാണ്? ഒന്ന് ബ്രോമിനാണ്, പിന്നെ ഒന്ന് ഇവിടുത്തെ കാർബണാണ്, പിന്നെ ഹൈഡ്രജനാണ്, പിന്നെ ഇവിടുത്തെ കാർബണാണ്. അതിൽ ഏറ്റവും കൂടുതൽ അറ്റോമിക് നമ്പർ വലുത് ആർക്കാണ്? ബ്രോമിനാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് ബ്രോമിന് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കും. ഏറ്റവും കുറവ് അറ്റോമിക് നമ്പർ ഉള്ള ആരാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജന് നമ്മൾ 4ാമത്തെ പ്രയോറിറ്റി കൊടുക്കും. ഇനി 2ഉം 3ഉം ആരാണ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാരണം എന്താണ്? ഇവിടെയും കാർബണാണ്, ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടെയും കാർബണാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത ആളെ നോക്കണം. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരൊക്കെയായിട്ടാണ്? ഓക്സിജനുമായിട്ടും OHുമായിട്ടുമാണ്. ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഓക്സിജനുമായിട്ടും കാർബണായിട്ടും ഹൈഡ്രജനുമായിട്ടുമാണ്. അപ്പോൾ ഏറ്റവും വലുതാരാണ്? ഓക്സിജൻ ആണ് അല്ലേ? കാർബണോ ഹൈഡ്രജനോ ഓക്സിജൻ നോക്കുമ്പോൾ ഓക്സിജനാണ്. പക്ഷേ ഈ കാർബൺ ആറ്റം ഒരു ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഈ കാർബൺ ആറ്റം കുറച്ച് വലിയ ആളാണ്. നോക്കിയേ, 2 ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു ഓക്സിജനുമായിട്ട് ഇവിടെ ഉണ്ട്. ഇത് 2 എന്ന് ഞാൻ പറയാൻ കാരണം CIP റൂൾ അനുസരിച്ച് ഡബിൾ ബോണ്ടിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? 2 സിംഗിൾ ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. CIP റൂളിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 2 ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് ഒരു തിയറി അല്ല കേട്ടോ, ഇതൊരു റൂളാണ്, നിയമമാണ്. ഒരു നൊട്ടേഷൻ പറയാൻ വേണ്ടിയുള്ള നിയമമാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കേണ്ടത്. ഇങ്ങനെ അല്ല. പക്ഷേ ഈ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ആളുമായിട്ട് ബന്ധം പുലർത്തിയതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ആൾക്ക് കുറച്ച് പരിഗണന കൂടുതൽ കൊടുക്കും. ആരുമായിട്ട് നോക്കുമ്പോഴത്തേക്കും? ഈ OHുമായിട്ട് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ 2ാമത്തെ പരിഗണന വരുന്നത് ഇവിടെയാണ്. 3ാമത്തെ പരിഗണനയെ ആർക്കുള്ളൂ? ഈ കാർബൺ ആറ്റത്തിനുള്ളൂ. ക്ലിയർ അല്ലേ? കാരണം ഈ കാർബൺ ആറ്റം നോക്കുമ്പോൾ ഈ കാർബൺ ആറ്റമാണ് കൂടുതൽ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് കഴിയും? 1ാമത്തെ പ്രയോറിറ്റി ഇയാൾക്ക്, 2ാമത്തെ പ്രയോറിറ്റി ഇവിടെ, 3ാമത്തെ പ്രയോറിറ്റി ഇവിടെ, 4ാമത്തെ പ്രയോറിറ്റി ഇവിടെ. അപ്പോൾ ഈ കൈറാൽ കാർബൺ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1, 2, 3 ഓർഡറിൽ പ്രയോറിറ്റി നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, 1 ഇവിടെയാണ്, 2, 3 ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 4ാമത്തെ ആളെ നമ്മൾ ആ 4ാമത്തെ ആളിൻ്റെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് അയാൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ആദ്യത്തെ 3 നോക്കുന്നത്. 1, 2, 3 ഇതെങ്ങനെയാണ് വന്നത്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഈ ഓർഡർ, പ്രയോറിറ്റി ഓർഡർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് എങ്കിൽ നമ്മൾ R എന്നും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണെങ്കിൽ നമ്മൾ S എന്നും കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പ്രയോറിറ്റി കുറഞ്ഞയാൾ എവിടെയായിരിക്കണം? അയാൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. ഹൈഡ്രജൻ ആണ് ഇവിടെ, ഹൈഡ്രജൻ തന്നെ ആകണമെന്നില്ല. വെർട്ടിക്കൽ പ്രയോറിറ്റി കുറഞ്ഞ ആളെവിടെ ആയിരിക്കണം? വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. അതല്ല അയാൾ ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിലോ കിട്ടിയ കോൺഫിഗറേഷൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 1, 2, 3 ഇങ്ങനെയാണ് വരുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നൊട്ടേഷൻ വരുന്നത് S ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ ലൈനിലായതുകൊണ്ട് എസ്സിന് പകരം നമ്മൾ എന്തെടുക്കും? R എടുക്കും. ഇതെടുക്കും, R എടുക്കും. അതുകൊണ്ട് 2ാമത്തെ കാർബൺ ആറ്റം എന്താണ്? അത് R ആയിരിക്കും. അപ്പോൾ 2R എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെയാണതോ 3ാമത്തെ കാർബൺ ആറ്റം നോക്കിയേ. 3ാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? പ്രയോറിറ്റി ഏറ്റവും കുറവ് ഹൈഡ്രജൻ ആയിരിക്കും. ഓക്സിജനും കാർബണും നോക്കിയാൽ പ്രയോറിറ്റി കൂടുതലുള്ള ആൾ ഓക്സിജൻ ആയിരിക്കും. പക്ഷേ ഈ കാർബൺ ആറ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നൈട്രജനുമായിട്ടാണ്. ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വേറൊരു കാർബണുമായിട്ടും വേറൊരു ബ്രോമിനുമായിട്ടും.
ഏറ്റവും വലിയ ആളാരാ? നൈട്രജൻ ആണോ, ബ്രോമിൻ ആണോ, ഈ കാർബൺ ആണോ? ഇതാ ഈ വലിയ ആള് ബ്രോമിനാണ്. ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ആറ്റത്തിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രയോറിറ്റി ഈ കാർബൺ ആറ്റത്തിന് കിട്ടും. കാരണം അവന് പിടിപാടുള്ളത് ആരുമായിട്ടാണ്? കുറച്ച് വലിയ ആളുമായിട്ടാണ്. അതിനുശേഷം ഈ കാർബൺ ആറ്റത്തിന് പ്രയോറിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി എങ്ങനെ എഴുതാനായിട്ട് കഴിയും? ഒന്ന് ഇതാണ്, രണ്ടാമത്തത് ഇതാണ്, മൂന്നാമത്തതാണ് ഇത്, നാലാമത്തത് ഇതാണെന്ന് പറയാൻ പറ്റും. 4 ഹൈഡ്രജൻ ആയിരിക്കും മിക്കവാറും ഒക്കെ എന്ത് വരുന്നത്? ലീസ്റ്റ് വരുന്നത്. കാരണം അറ്റോമിക് നമ്പർ കുറവുള്ളത്. ഇനി നമ്മൾ 1 2 3 നോക്കിയേ. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, അതിന് ശേഷമാണ് 3 വരുന്നത് അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? 6 ആണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ എവിടെയാണ് കിടക്കുന്നത്? ഹൊറിസോണ്ടൽ ലൈനിലാണ്, വെർട്ടിക്കൽ ലൈനിലല്ല. അതുകൊണ്ട് 6ന് പകരം നമ്മൾക്ക് എന്താ വേണ്ടത്? എസ് ആയിരിക്കും കോൺഫിഗറേഷൻ. അതായത് മൂന്നാമത്തെ കാർബൺ ആറ്റം, കൈറാൽ കാർബൺ ആറ്റം എന്തായിരിക്കും? എസ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റം നമുക്ക് 6 കിട്ടി, മൂന്നാമത്തെ ആരായിരിക്കും? എസ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ നോക്കിയേ, 2R3S എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ ആ 2R3S ആയിരിക്കും ഈ 2 കൈറാൽ കാർബൺ ആറ്റങ്ങളുടെ കോൺഫിഗറേഷൻ. ഇത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ CIP റൂൾ തറവായിരിക്കണം. അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള തറവായിരിക്കണം. അത് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തു പോകണം. കാരണം ഇതിനുവേണ്ടി ഒരുപാട് സമയം കളയാനായിട്ട് കഴിയില്ല. ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്തിട്ട് പിന്നെ ആൻസറിലേക്ക് പോകാനായിട്ട് നമുക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.